ഗുഡ് ഈവനിംഗ്. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കണ്ണറവിള സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലെത്തിയ സംഘമാണ് കൊലപ്പെടുത്തിയത്. രണ്ടുപേർ നെയ്യാറ്റിൻകര പോലീസിന്റെ കസ്റ്റഡിയിൽ. ആശുപത്രിയിലും യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയ ആ ഒരു ദൃശ്യത്തിലേക്കാണ്. വിവരങ്ങളുമായി അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജ്മൽ, ഒരാളെ കുത്തി കൊലപ്പെടുത്തിയിട്ടും കലി തീരുന്നില്ല. ക്രിസ്റ്റീന, ഇന്നിപ്പോൾ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം ഈ നെയ്യാറ്റിൻകരയിൽ 22-കാരനായ മനോജ് എന്ന യുവാവിനെ മദ്യപ സംഘം കുത്തിക്കൊലപ്പെടുത്തിയത്. ലഹരിയിലെത്തിയ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും പിന്നാലെ മനോജിന് കുത്തേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അവിടെ വെച്ച് ആശുപത്രിയിൽ വെച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുമായിരുന്നു. ഈ മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ ഈ കുത്തിക്കൊലപ്പെടുത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നോ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേർ നിലവിൽ നെയ്യാറ്റിൻകര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മനോജിന്റെ മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. ഈ മനോജിനെ ഈ പറയുന്ന നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ്, ജനറൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് മനോജിനൊപ്പം എത്തിയ സംഘവും അതോടൊപ്പം തന്നെ അവിടെ എത്തിയ മറ്റൊരു സംഘവും തമ്മിൽ ഈ മദ്യപിച്ചിരുന്നതാണ്, മദ്യലഹരിയിലായിരുന്ന ഇരു സംഘങ്ങളൊന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവർ തമ്മിൽ അവിടെ വെച്ച് ഏറ്റുമുട്ടുകയും പിന്നീട് പോലീസും അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിലെത്തിയ ആളുകളും തമ്മിൽ ചേർന്ന് ഇവരെ പിടിച്ചുമാറ്റുകയുമായിരുന്നു. സംഭവത്തിലുള്ള അന്വേഷണം പോലീസ് തുടരുന്നുണ്ട്. കാരണം എന്താണെന്ന് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ. ക്രിസ്റ്റീന, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഗാസയിലേക്കുള്ള UAE സഹായം തുടരുന്നു. 416 ടൺ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. സഹായം തുടരുമെന്ന് UAE ആവർത്തിച്ചു. ട്രക്കുകളിലായി 416 ടൺ അവശ്യ സാധനങ്ങളാണ് UAE വീണ്ടും ഗാസയിലെത്തിച്ചത്. ഓപ്പറേഷൻ ഷിവാൽറിയോസിന്റെ കീഴിലാണ് ഇടതടവില്ലാതെ UAE ഗസയെ സഹായിക്കുന്നത്. ഭക്ഷ്യസാധനങ്ങൾ, പാർപ്പിട വസ്തുക്കൾ തുടങ്ങിയവയാണ് ഇത്തവണ എത്തിച്ചു നൽകിയത്. അൽ-അരിഷിലെ UAE ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ലോജിസ്റ്റിക്സിൽ നിന്നാണ് സാധനങ്ങൾ പാക്ക് ചെയ്ത വാഹനങ്ങളിൽ കയറ്റിയത്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. സഹായങ്ങൾ നൽകുന്നത് ക്രമീകരിക്കാൻ സ്ഥിരമായി ചുമതലപ്പെടുത്തിയ സംഘമാണിത്. ഓപ്പറേഷന് കീഴിൽ സഹായം നൽകുന്നത് തുടരുമെന്ന് UAE വ്യക്തമാക്കിയിട്ടുണ്ട്. 15-ലധികം തവണയാണ് ഇത്തരത്തിൽ ടൺ കണക്കിന് സാധനങ്ങൾ UAE ഗാസയിലേക്ക് എത്തിച്ചത്. 24 ദുബായ്. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെയുള്ള ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണയാണ് വിപണിയിൽ അധികമായി എത്തിക്കുക. ആഗോള വിപണിയിലെ എണ്ണവിലയും ആവശ്യകതയും മുൻനിർത്തി നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഓഗസ്റ്റ് മാസം മുതൽ എണ്ണ ഉൽപാദനത്തിൽ 1,88,000 ബാരലിന്റെ വർധനവ് വരുത്താൻ സൗദി അറേബ്യയും റഷ്യയും അടങ്ങുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൗദിക്ക് പുറമെ ഇറാഖ്, കുവൈത്ത്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ഓൺലൈൻ യോഗം ചേർന്ന് ഈ നിർണായക തീരുമാനമെടുത്തത്. 2023 ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച താൽക്കാലിക ഉൽപാദന നിയന്ത്രണങ്ങൾ പടിപടിയായി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപാദനം കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രാജ്യങ്ങൾ നിലനിർത്തി. കഴിഞ്ഞ കുറെ മാസങ്ങളായി നിശ്ചയിച്ച അളവിലും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച രാജ്യങ്ങൾ ആ നഷ്ടം വരും ദിവസങ്ങളിൽ നികത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംയുക്ത മന്ത്രിതല നിരീക്ഷണ സമിതി ഇതിന്റെ മേൽനോട്ടം വഹിച്ചു. വിപണിയിലെ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഈ 7 രാജ്യങ്ങൾ ഓഗസ്റ്റ് 2 വീണ്ടും യോഗം ചേരും. 24 ജിദ്ദ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കനത്ത മഴയിൽ മുംബൈ മാൻകുർദി കുടിലുകൾ തകർന്ന് 6 മരണം. മരിച്ചവരിൽ 4 പേർ സ്ത്രീകളാണ്. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീനാഥ് ചന്ദനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഈ മഴക്കെടുതി മുംബൈയിൽ തുടരുന്നു. വിവരങ്ങൾ, 4 സ്ത്രീകൾ മരിച്ചുവെന്ന റിപ്പോർട്ടാണല്ലോ വരുന്നത്. തീർച്ചയായും കൃഷ്ണ, വലിയൊരു ദുരന്തമാണ് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. മുംബൈയിലെ മാൻകുർദിലെ ഹനുമാൻ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ജനതാ നഗർ, അവിടെയാണ് ഈ ചോൾ നമ്പർ 5, അതായത് ചെറിയ കുടിലുകളാണ് അവിടെ ഉള്ളത്. അവിടെയാണ് രാത്രി ഏതാണ്ട് 9 മണിയോടെ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ
ഒന്നിനും ഒരു ആദ്യത്തെ ഈ ഗ്രൗണ്ട് നിലയ്ക്ക് മുകളിൽ 3 നിലകൾ അധികമായി നിർമ്മിച്ച്, അതായത് താൽക്കാലികമായി ഷീറ്റും മറ്റുമൊക്കെ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. അനധികൃതമായി നിർമ്മിച്ചതാകാനാണ് സാധ്യത എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് പൊടുന്നനെ ഈ കുടിലുകൾ നിലം പതിച്ചതോടെ മരിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയമുണ്ട്. ഇപ്പോൾ അവശിഷ്ടങ്ങൾ നീക്കിയുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നു. 6 പേരും മൃതദേഹമാണ് പുറത്തെടുത്തത്. അതായത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചത് 6 പേരാണ്. ഒരാൾ പരിക്കുകളോട് ചികിത്സയിലുണ്ട്. ഈ മരിച്ചവരിൽ 4 പേർ സ്ത്രീകളാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇപ്പോഴും ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുംബൈയിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇന്ന് പകൽ നിർത്താതെ പെയ്ത മഴയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാത്രിയോടെ മുംബൈയിലെ മാൻകുർത്തിൽ ഈ തരത്തിലൊരു വലിയ ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നത്. ശരി, മുംബൈയിൽ മഴക്കെടുതി തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. UAE-യിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ വിസ, പാസ്പോർട്ട് മുതലായ സേവനങ്ങൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കി. നിയമക്കുരുക്ക് തുടരുന്നതിനാൽ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ മാത്രമാകും സേവനം ലഭിക്കുക. വാക്ക്-ഇൻ അപ്പോയിന്റ്മെന്റുകളുടെ സമയം ചുരുക്കിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UAE-യിലെ ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ മുതലായ സേവനങ്ങൾ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി പ്രതിസന്ധി നേരിടുകയാണ്. പുതുതായി കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് ഇനിയും ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിലും ഒപ്പം തന്നെ എംബസിയിലുമൊക്കെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള സർവീസുകൾ നടത്തുന്നത്. അപ്പോൾ ഈ സർവീസുകൾ നൽകുന്ന ഈ 2 കേന്ദ്രങ്ങളും രാവിലെ 9 മണി മുതൽ 12:30 വരെ ആയിരുന്നു സർവീസുകൾ നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും ക്യൂ ഉൾപ്പെടെ വലുതാവുകയും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടത്. ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് പുതിയ ബുക്കിംഗ് പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ബുക്കിംഗ് പോർട്ടൽ വഴി ബുക്ക് ചെയ്തതിനു ശേഷം കിട്ടുന്ന ടോക്കൺ അനുസരിച്ച്, അവരുടെ സമയമനുസരിച്ച് ഈ കേന്ദ്രങ്ങളിലെത്തി സേവനങ്ങൾ തേടാം എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. book.passportindia.uae.com എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറിയാണ് ഈ എംബസിയിലും ഒപ്പം തന്നെ കോൺസുലേറ്റിലും ഇത്തരത്തിൽ ബുക്കിംഗ് നടത്താൻ കഴിയുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ പരിഹാരമുണ്ടായിരിക്കുന്നു. ഇനി കൃത്യമായി നമുക്ക് നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് ലഭിക്കുന്ന സമയത്തിനനുസരിച്ച് മാത്രം വന്നാൽ മതി. പ്രത്യേകിച്ച് നിലവിൽ UAE-യിലെ കാലാവസ്ഥ അതൊരു വലിയ 45 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തുന്ന വലിയ ചൂടാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെയും രക്ഷ നേടാൻ വേണ്ടി ഉള്ള അത്തരത്തിൽ ഒരു നല്ല തീരുമാനമായി അത് വരികയാണ്. ഒപ്പം തന്നെ ഈ നേരിട്ടെത്തി ബുക്കിംഗ് അത് വീണ്ടും ഉണ്ടാകും, അത് തുടരും. പക്ഷേ അതിനുള്ള സമയം നിലവിൽ കുറച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് 9 മണി മുതൽ 11 മണി വരെ മാത്രമായിരിക്കും ഇനി ഈ ബുക്കിങ്ങിനായി നേരിട്ട് എത്താൻ കഴിയുന്നത്. അപ്പോൾ അതിനുള്ള സമയം 2 മണിക്കൂറായി ചുരുക്കിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ നിരവധി ഗൈഡ് ലൈൻസുകൾ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷനൊക്കെയും ഫില്ല് ചെയ്യുന്നത് ആ വെബ്സൈറ്റ് വഴി കൃത്യമായി അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. ഒപ്പം തന്നെ ഈ തമ്പ് ഇംപ്രഷനൊക്കെയും കൃത്യമായി തന്നെ അപ്ലോഡ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ പണം നൽകി മാത്രമേ ഇത്തരം സേവനങ്ങൾ തേടാൻ കഴിയുകയുള്ളൂ. കാർഡായി പോലും നമുക്ക് അത്തരത്തിൽ സേവനങ്ങൾ ലഭ്യമാവുകയില്ല. പണം നൽകിയാൽ മാത്രം, അത് കൃത്യമായ ചേഞ്ച് നൽകാമെങ്കിൽ അത്തരത്തിൽ തന്നെ നൽകണം എന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും ഒരു തരത്തിലൊരു താൽക്കാലിക ആശ്വാസമുണ്ട്. ബുക്ക് ചെയ്ത് പോയി ഇത്തരത്തിൽ തിക്കും തിരക്കും ഇല്ലാതെ സേവനങ്ങൾ നേടാൻ കഴിയും. പക്ഷേ അപ്പോഴും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. അത് നിയമക്കുരുക്കിലാണ്. 12-ാം തീയതി ഡൽഹി ഹൈക്കോടതി ഈ ഒരു കരാറിനെതിരായിട്ടുള്ള ടെൻഡർ നടപടികൾക്കെതിരായിട്ടുള്ള കേസ് പരിഗണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ദുബായ് മാൾ മെട്രോ സ്റ്റേഷനിലെ ബസ്, ടാക്സി സർവീസ് റോഡുകൾ ഈ വർഷം അവസാനം വരെ അടച്ചിടുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം. സ്റ്റേഷന് സമീപമുള്ള ഷെയ്ഖ് സായിദ് റോഡിലെ ഭാഗത്തേക്ക് നിർമ്മാണ വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂവെന്ന് RTA അറിയിച്ചു. മെട്രോ സ്റ്റേഷന്റെ യാത്രാശേഷി 65% വർദ്ധിപ്പിക്കുന്ന വൻ വികസന പദ്ധതിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ബദൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി RTA വ്യക്തമാക്കി. രാജ്യാന്തര യാത്രകളിൽ 15% വരെ കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. എക്സ്പ്ലോർ മോർ സെയിലിന്റെ ഭാഗമായാണ് ഓഫറുകൾ. ജൂലൈ 9 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഓഫർ നിരക്ക്. അന്താരാഷ്ട്ര യാത്രകളിൽ 15% വരെ കിഴിവുമായാണ്
എയർ ഇന്ത്യ എക്സ്പ്രസിൽ എക്സ്പ്ലോർ മോർ സെയിൽ ആരംഭിച്ചത്. ഇന്ന് മുതൽ 2027 മാർച്ച് 27 വരെയുള്ള യാത്രകൾക്കായി ജൂലൈ 9 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭിക്കുക. ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് എന്നിവിടങ്ങളിലൂടെയും നാളെ മുതൽ മറ്റ് ബുക്കിംഗ് ചാനലുകൾ വഴിയും ടിക്കറ്റുകൾ എടുക്കാം. എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് വാല്യൂ നിരക്കുകളിലാണ് ഈ ഓഫർ ലഭ്യമാവുക. ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കില്ല. കൂടാതെ ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനും സാധിക്കും. ടാറ്റ ന്യൂപാസ് അംഗങ്ങൾക്ക് 500 രൂപ വരെയുള്ള അധിക ഡിസ്കൗണ്ടും 8% വരെ ന്യൂ കോയിനുകളും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചതോറും 820 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് നടത്തുന്നത്. ഇന്ത്യയിലെ 43 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുള്ള ആഭ്യന്തര വിമാന സർവീസുകൾക്ക് പുറമെയാണിത്. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, ബാങ്കോക്ക്, ഫുക്കറ്റ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അന്താരാഷ്ട്ര സർവീസുകളുള്ളത്. അടുത്തിടെ നവി മുംബൈ അബുദാബി, ഗുവാഹത്തി അബുദാബി, ഗുവാഹത്തി ദുബായ് സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരുന്നു. 24 ദുബായ്. ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈവേൾഡ് ഗ്രൂപ്പിന്റെ കമേഴ്ഷ്യൽ ലോ വിഭാഗമായ FCL ലോയേഴ്സ് UAEയിലും പ്രവർത്തനം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിയമോപദേശവും സമഗ്രമായ നിയമസഹായവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് FCL ലോയേഴ്സിന്റെ നീക്കം. ഓസ്ട്രേലിയയിലെയും UAEയിലെയും നിയമരംഗത്ത് പരിചയസമ്പന്നരായ അഭിഭാഷകരുടെ നേതൃത്വത്തിലാണ് പുതിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വിപുലമായ നിയമസേവനങ്ങൾ FCL ലോയേഴ്സ് മുഖേന ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UAEയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ നിയമസേവന രംഗത്ത് കമ്പനിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്ന് FCL ലോയേഴ്സ് ഡയറക്ടർ അഡ്വക്കേറ്റ് താരായസ് നമ്പൂതിരി പറഞ്ഞു. സൗദി അറേബ്യയിൽ നിയമവിരുദ്ധ ബിസിനസ്സുകൾ കണ്ടെത്താനായി പരിശോധന ശക്തമാക്കി. കഴിഞ്ഞ മാസത്തിൽ മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4500 പരിശോധനകളാണ് സുരക്ഷാ വിഭാഗം നടത്തിയത്. ഈ പരിശോധനകളിൽ സംശയാസ്പദമായ 104 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം 4500 പരിശോധനകളിൽ നിന്നാണ് 104 നിയമവിരുദ്ധ ബിസിനസ് കേസുകൾ സൗദിയിൽ കണ്ടെത്തിയത്. രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളുടെ കൃത്യമായ നിയമപാലനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ വിപുലമായ റെയ്ഡ്. ചരക്ക് ഗതാഗതം, കെട്ടിട നിർമ്മാണം, ഇലക്ട്രോണിക്സ് വിപണി, സ്വർണ്ണ വ്യാപാരം, വെയർഹൌസുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. പിടിക്കപ്പെടുന്ന കുറ്റക്കാർക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. കോടതി വിധിക്ക് ശേഷം ഇവരുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. ഇതുകൂടാതെ സ്ഥാപനം പൂട്ടുക, ലൈസൻസ് റദ്ദാക്കുക, മാധ്യമങ്ങളിലൂടെ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുക തുടങ്ങിയ കടുത്ത നടപടികളുമുണ്ടാകും. നിയമലംഘനങ്ങളിൽ പങ്കാളികളാകുന്ന വിദേശികളെ നാടുകടത്താനും പിന്നീട് സൗദിയിലേക്ക് തിരിച്ചുവരുന്നതിന് വിലക്കേർപ്പെടുത്താനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പിടിയിലായ മുഴുവൻ പ്രതികളെയും കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിരിക്കുകയാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഹജ്ജ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത പ്രവർത്തകരെ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ OICC മക്ക ഘടകം ആദരിച്ചു. മക്കയിലെ ഫലസ്തീൻ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മക്ക കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് പെരിന്തല്ലൂർ അധ്യക്ഷനായി. ജിദ്ദ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹക്കീം പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മികച്ച സേവനം കാഴ്ചവെച്ചവർക്ക് പ്രത്യേക ഉപഹാരങ്ങളും പുരസ്കാരങ്ങളും കൈമാറി. പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ മുബഷീർ അരീക്കോട് സ്വാഗതവും റഫീഖ് കണ്ണൂർ നന്ദിയും രേഖപ്പെടുത്തി. ദുബൈയിൽ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര പൂയപ്പള്ളി സ്വദേശി അനു അച്ചൻകുഞ്ഞാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. കാർഡിയാക് അറസ്റ്റും സ്ട്രോക്കും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം. സംസ്കാരം വ്യാഴാഴ്ച 1:30 പൂയപ്പള്ളി സെയിന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടക്കും. ദുബായിൽ സ്വന്തമായി സ്ഥാപനം നടത്തിവരികയായിരുന്നു. UAEയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വീട്ടുതടങ്കലിലെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ കൊൽക്കത്തയിലെ വസതിക്ക് മുന്നിൽ നിലയുറപ്പിച്ച് CRPFും പോലീസും. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വസതിക്ക് മുന്നിലും കേന്ദ്രസേനയുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ക്രിസ്റ്റീന,
പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 ഫർഗാനയിൽ കഴിഞ്ഞ ദിവസം ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു 12 വയസ്സുകാരുടെ കുടുംബത്തെ സന്ദർശിക്കാനായി മമതാ ബാനർജി പോകാനിരുന്നതാണ്. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ കൊൽക്കത്തയിലെ കാലിഘട്ടിലുള്ള വസതിക്ക് മുന്നിൽ വലിയ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസും CRPFന്റെയും വലിയ സന്നാഹം തന്നെയാണ്. തന്നെ ഈ വീട്ടുതടങ്കിലാക്കി ഹൗസ് അറസ്റ്റിലാക്കി എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ മമതാ ബാനർജിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ സൗത്ത് 24 ഫർഗാനയിലെ ബരൂയ്പൂർ എന്ന സ്ഥലത്തേക്ക് പോകാനിരിക്കുന്നതിന് മുൻപ് ആ ഒരു സന്ദർശനം തടയാൻ വേണ്ടി BJP സർക്കാർ ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോഴെന്തായാലും മമതാ ബാനർജി ഉയർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വസതിക്ക് മുന്നിലും വലിയ തോതിൽ ഇത്തരത്തിൽ കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്നാണ് നാളെ ഈ പറയുന്ന 12 വയസ്സുകാരുടെ കുടുംബത്തെ സന്ദർശിക്കാനായി പോകാനായി തീരുന്നത്. എന്നാൽ അതിന് മുന്നോടി തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം ഇരുവരുടെയും വീടിന് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇന്ന് രാത്രി ഇതിനോടകം തന്നെ ഈ മരണപ്പെട്ട 12 വയസ്സുകാരുടെ മാതാപിതാക്കളുമായി മമത ഫോണിൽ സംസാരിച്ചു. എങ്ങനെയും അവിടെ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മമത അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ BJPയുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് മമതയെ ഒരു തരത്തിലും വീട്ടുതടങ്കലിലാക്കാനോ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കാനോ BJPയോ അവിടെയുള്ള ബംഗാൾ സർക്കാരോ ശ്രമിച്ചിട്ടില്ല. മറിച്ച് രാഷ്ട്രീയം കളിക്കുക, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നടപടിയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് BJP വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും മമതയുടെ വീടിന് മുന്നിൽ വലിയ തോതിലുള്ള CRPFന്റെയും പോലീസിന്റെയും വിന്യാസം സന്നാഹം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആഗോള സ്റ്റേഷനറി രംഗത്തെ പ്രമുഖ ചൈനീസ് ബ്രാൻഡായ ഡൽഹി സ്റ്റേഷനറി തങ്ങളുടെ പ്രവർത്തനങ്ങൾ സൗദി അറേബ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നു. സൗദിയിലെ പ്രമുഖ വ്യാപാര ഗ്രൂപ്പായ മോഡേൺ അറേബ്യ സ്റ്റേഷനറി കമ്പനിയുമായി ചേർന്നാണ് സൗദി വിപണിയിൽ പുതിയ സംയുക്ത സംരംഭത്തിന് തുടക്കമിടുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനവും ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവും നാളെ ജിദ്ദ മദീന റോഡിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കും. ലോകോത്തര സ്റ്റേഷനറി ബ്രാൻഡായ ഡെലി സൗദിയിലെ പ്രമുഖ ഗ്രൂപ്പായ മോഡേൺ അറേബ്യയുമായി കൈകോർത്ത് രാജ്യത്തുടനീളം വിതരണ ശൃംഖലയും സ്വന്തം ഷോറൂമുകളും സ്ഥാപിക്കാൻ ധാരണയായി. ജൂലൈ 6 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ജിദ്ദയിലെ മാരിയറ്റ് ഹോട്ടലിൽ നടക്കുന്ന വിപുലമായ എക്സിബിഷനോടെ ഈ സംരംഭത്തിന് തുടക്കമാകുമെന്ന് മാനേജ്മെന്റ് ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഈ ഒരു പങ്കാളിത്തമായിട്ട് പാർട്ണർഷിപ്പുമായിട്ട് നമ്മൾ ഒരു വിപുലമായിട്ടുള്ള ഒരു എക്സിബിഷൻ ഈ വരുന്ന ജൂലൈ 6 ജിദ്ദ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തുന്നുണ്ട്. ആ ഒരു എക്സിബിഷനിൽ നമ്മൾ ഏകദേശം 1000-ലധികം പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ജിദ്ദ റീജിയനിലെ എല്ലാ ട്രേഡേഴ്സും റീസെല്ലേഴ്സും അതിൽ പങ്കെടുക്കുന്നതാണ്. അവർക്ക് വേണ്ടി നമ്മൾ വളരെ നല്ല ഓഫേഴ്സും നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസുമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും മാർക്കറ്റിലേക്കും ഒരു എൻഡ് യൂസർ എന്നുള്ള ലെവലിൽ ഓരോ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൂടെ സഹായകമാവുന്ന ലെവലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 1981 സ്ഥാപിതമായ ഡൽഹി ഗ്രൂപ്പ് 150-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനറി നിർമ്മാതാക്കളാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, പ്രൊഫഷനുകൾ, ആർട്ടിസ്റ്റുകൾ എന്നിവർക്കായി 24 വ്യത്യസ്ത കാറ്റഗറികളിലായി 20,000-ലധികം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഡൽഹിക്ക് സ്വന്തമായുണ്ട്. പേനകൾ, ഡെസ്ക്ടോപ്പ് ഓഫീസ് സപ്ലൈസ്, കാൽക്കുലേറ്ററുകൾ, ഓഫീസ് അപ്ലയൻസസ് എന്നിവയ്ക്ക് പുറമെ പ്രീമിയം ആർട്ട് ലൈനുകളും അഗ്നൈറ്റ് സ്പോർട്സ് ബ്രാൻഡും ഇതിൽ ഉൾപ്പെടുന്നു. സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതികൾക്കനുസൃതമായി ബിസിനസ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മികച്ച ഓഫീസ്, സ്കൂൾ സ്റ്റേഷനറികൾ നൽകാൻ ഈ പങ്കാളിത്തത്തിലൂടെ സാധിക്കുമെന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡൽഹി മിഡിൽ ഈസ്റ്റ് മാനേജർ അബ്ദു ഷാക്കിർ, ഡൽഹി സൗദി കൺട്രി മാനേജർ ബഷീർ, ഡൽഹി സൗദി ഡെപ്യൂട്ടി ജനറൽ മാനേജർ കാർട്ടർ, മോഡേൺ അറേബ്യ കമ്പനി പ്രതിനിധികളായ ഹസാം, മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രശസ്ത ജീവകാരുണ്യ സംഘടനയായ നാമം സംഘടിപ്പിക്കുന്ന നാമം എക്സലൻസ് അവാർഡ് 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ അരങ്ങേറും. ന്യൂജേഴ്സി ഫോർട്സിലുള്ള പ്രശസ്തമായ റോയൽ ആൽബർട്ട്സ് പാലസിലാണ് വർണ്ണാഭമായ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകളെയാണ് ആദരിക്കുന്നത്. ഷാർജ സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷം നടന്നു. സാഗർ രൂപതയുടെ മെത്രാൻ മാർ ജെയിംസ് അത്തിക്കളം വിശുദ്ധ കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ ജോസഫ് എടാട്ടും ഫാദർ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പയും സഹകാർമ്മികരായിരുന്നു. ഇടവക വികാരി ഫാദർ ശബരിമുത്തു ആന്റണി സ്വാമി സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ അൾത്താര ശുശ്രൂഷകർ, ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ, വിശുദ്ധ തോമാസ് ലീഹായുടെ വേഷമണിഞ്ഞ കുട്ടികൾ, സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കൂടുതൽ വാർത്തകളിലേക്കാണ്. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആശംസ അറിയിച്ച് UAE നേതാക്കൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിക്കുന്നതായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എക്സിൽ കുറിച്ചു. വിശാലമായ ലോകത്തിനും ശാശ്വതമായ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്നതിനുമായി അമേരിക്കയുമായുള്ള അടുത്ത ബന്ധം കൂടുതൽ വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡന്ഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും US പ്രസിഡന്റിന് ആശംസാ സന്ദേശങ്ങൾ അയച്ചു. UAEയുടെ ദേശീയ എയ്റോബാറ്റിക് ഡിസ്പ്ലേ ടീമായ അൽ ഫുർസാനും വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാജ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണം തട്ടുന്ന 7-അംഗ സംഘം ഷാർജയിൽ പിടിയിൽ. ആൾമാറാട്ടം നടത്തി സൈബർ തട്ടിപ്പ് നടത്തുന്നവരാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു. ഫോണിൽ പരിചിതമല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ഓഫീസർമാരായി വേഷം കെട്ടി വ്യാജ ആപ്ലിക്കേഷനുകൾ വഴി പണം തട്ടുന്ന 7-അംഗ സംഘമാണ് പിടിയിലായത്. ഏഷ്യൻ വംശജരാണ് പിടിയിലായതെന്ന വിവരമാണ് ഷാർജ പോലീസ് നൽകുന്നത്. ഓഫീസർമാരായി എത്തി ഇരകളെ സമീപിക്കുന്നതാണ് രീതി. ശേഷം അവരുടെ ഫോണുകളിൽ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഫോണിൽ നിന്നും പണം തട്ടും. ഫോണിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് പണം വെളുപ്പിക്കുന്ന രീതിയും ഇവർക്കുണ്ട്. വലിയ ശൃംഖലയാണിതെന്നും പ്രധാന കണ്ണികളെയാണ് പിടികൂടാനായതെന്നും ഷാർജ പോലീസ് പറയുന്നു. സൈബർ തട്ടിപ്പുകൾ തടയാനുള്ള ക്യാമ്പയിൻ UAE ശക്തമാക്കിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. അപരിചിതമായ ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം UAEയുടെ സാമ്പത്തിക മേഖലയെ ലക്ഷ്യമിട്ടുള്ള വലിയ സൈബർ ആക്രമണവും ദേശീയ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ചെറുത്തിരുന്നു. അതിവേഗം വളരുന്നതും ഡിജിറ്റൽ വൽക്കരിച്ചതുമായ മാർക്കറ്റാണ് UAEയുടേത്. ദിനം പ്രതി 8 ലക്ഷത്തോളം സൈബർ ആക്രമണങ്ങളാണ് രാജ്യം നേരിടുന്നത്. 24 ദുബായ്. അടിയന്തരാവസ്ഥ കാലത്ത് വിവാദമായ രാജൻ കേസിലെ ഏക സാക്ഷി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ അധ്യാപകൻ പ്രൊഫസർ KK അബ്ദുൾ ഗഫാർ അന്തരിച്ചു. കാസർഗോഡ് ചൌക്കി സ്വദേശിയായ അബ്ദുൾ ഗഫാറിന് 89 വയസ്സായിരുന്നു. കൊല്ലം TKM കോളേജ്, കോഴിക്കോട് REC കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ഭട്കൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായും പ്രവർത്തിച്ചു. യമനിലെ ഏഡനിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിച്ച ഇന്ത്യൻ സംഘത്തിൽ അംഗമായിരുന്നു. അജ്മാൻ ഗൾഫ് മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറുമായിരുന്നു. സൗദി അറേബ്യയിലെ രാംകോ പെട്രോളിയം കമ്പനിയിൽ എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കാസർഗോഡ് ചൌക്കി കുന്നിൽ റിഫായ് മസ്ജിദിൽ നാളെ ഉച്ചയ്ക്ക് 12-ന് ശേഷമാകും ഖബറടക്കം. ജമീല ഷംനാദാണ് ഭാര്യ. ഇനി ലോകകപ്പ് വിശേഷങ്ങളിലേക്കാണ്. Goal Kano in association with Maither Eagles FC, Kerala. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീൽ കളത്തിലേക്ക്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നോർവേയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. ജപ്പാനെതിരെ നേടിയ ലേറ്റ് കംബാക്കിന്റെ ആത്മവിശ്വാസത്തിലാണ് കാനറികൾ ഇറങ്ങുന്നത്. മിന്നും ഫോമിലുള്ള മുന്നേറ്റ നിരയും പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിലുമാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. മധ്യനിര കൂടി താളം കണ്ടെത്തിയതോടെ ടീമിന്റെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂടിയിട്ടുണ്ട്. എന്നാൽ റഫീഞ്ഞയ്ക്ക് പുറമെ ലൂക്കാസ് പക്വറ്റയ്ക്ക് കൂടി പരുക്കേറ്റത് മുൻ ചാമ്പ്യന്മാരെ വലയ്ക്കുന്നുണ്ട്. മറുവശത്ത് എർലിംഗ് ഹാലണ്ടിന്റെ ചുമലിലേറിയാണ് നോർവേയുടെ വരവ്. ഹാലണ്ടിന് പുറമെ അലക്സാണ്ടർ സോൾറോത്ത്, ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് എന്നിവർ ചേരുന്ന ആക്രമണ നിര ബ്രസീൽ ഗോൾ മുഖത്ത് ഭീഷണി ഉയർത്തുമെന്ന് ഉറപ്പാണ്. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. വിങ്ങുകളിലും പ്രതിരോധത്തിലും വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും തകർപ്പൻ ഫോമിലുള്ള ഇംഗ്ലീഷ് പടയെ പിടിച്ചുകെട്ടുക മെക്സിക്കോയ്ക്ക് എളുപ്പമാകില്ല. ഗോൾ മെഷീൻ ഹാരി കെയ്ൻ തന്നെയാണ് ടീമിന്റെ കുന്തമുന. വേഗതയേറിയ കൗണ്ടർ അറ്റാക്കിലൂടെ ഇംഗ്ലണ്ടിനെ തളയ്ക്കാനാകും മെക്സിക്കോയുടെ ശ്രമം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.